മനസ്സിലാക്കേണ്ടത്. പൗലോസ് പറയുന്നത് മൺപാത്രത്തിലാണ് നീതി. നമ്മൾ വളരെ നിസ്സാരമാണ്. ഇപ്പൊ സഭയ്ക്കകത്ത് ഇത് വ്യാപകമായി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയാത്തതിന് കാരണം ചെയ്തോളൂ എന്നങ്ങനെ പറഞ്ഞാൽ പിന്നെ ഭൂതോച്ചാരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും ഇവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിലും എന്റെ അന്നത്തെ അല്പത്വം കൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടായി ഇതെങ്ങനെയെങ്കിലും അറിയണം, പഠിക്കണം. അത്ഭുതകരമായ സംഭവങ്ങളാണ് എന്നെ വഴിതിരിച്ചത്. ഒരിക്കലും വീട്ടിൽ തന്നെ ഒരു സംഭവം, കുട്ടി ഉറങ്ങുന്നില്ല, ഭയങ്കര കരച്ചിൽ. ധ്യാനമൊക്കെ കൂടി തുടങ്ങിയ സമയം ഞാനൊരു 10-60 പാട്ടൊക്കെ പാടി. അന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ധ്യാനങ്ങളുടെ പാട്ട് പാടി. പക്ഷേ തോളത്ത് കിടക്കുന്ന കുറച്ച് ഉറങ്ങും, കാലത്ത് വെച്ചാലടി. അങ്ങനെ മറുപിടിക്കുന്നില്ല. ചെറിയ കുട്ടിയാണ്, 6 മാസം. ഇത് കുറെ നേരമായി കഴിഞ്ഞപ്പോ ഞാൻ ഭാര്യയോട് പറഞ്ഞു, കുട്ടിയെ കൂടെ താഴ്ത്താണെങ്കിൽ കേൾക്കുന്നു. അങ്ങനെ അയാൾ തിരിച്ചു വന്നു. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. ഞാനൊരു പുസ്തകത്തിൽ പേരൊക്കെ വെച്ചിട്ടാണ് കണ്ടുപിടിച്ച് വെച്ചിട്ട് ആണ് പറയുന്നത്. നമുക്കറിയില്ല പറയട്ടെ. ഇത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. അദ്ദേഹം ഒരു സ്വസ്ഥത തോന്നിയെന്ന് പറഞ്ഞു കുട്ടി എടുത്ത് കുട്ടി പാല് കുടിച്ചു പ്രശ്നം തോന്നി. അതിന് പിശാചുബാധയല്ല ശരി, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവും. പിശാചു ഉപദ്രവവും ബാധയും വേറെ വേറെ. അപ്പോഴോ പിന്നെ ഇത് ഞാൻ അന്ന് പള്ളിക്കുന്നച്ഛൻ ഇതിലേക്ക് ഒരു ആയിട്ട് അറിയാവുന്നതാണ്. അച്ഛനായിരുന്നു ഒരു സുഹൃത്തായിട്ടുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചില അനുഭവങ്ങൾ. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ആരോടും പറയണ്ട, ആരെങ്കിലും വന്നാൽ തലേ കൈവച്ചു നടക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഇത് പറഞ്ഞ് കൈ നീട്ടി പിടിച്ചൊന്നും നടക്കണ്ട, ആരെങ്കിലും മുമ്പിൽ തലമുട്ട കൈവച്ച. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാനത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. രസകരമായ അനുഭവം. ഞങ്ങൾ 3 പേര് IID മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചു. ഒരു അച്ഛൻ ഇന്ത്യയിൽ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു മിഷണറിയാണ് അച്ഛൻ. ഉത്തരേന്ത്യയിലൊരു പിതാവ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായ ആളുകളായിരുന്നു. 3 പേരും കൂടി ആപ്ലിക്കേഷൻ അയച്ചു. അവരുടെ 2 പേരെ റിജക്റ്റ് ചെയ്തു. ഞാൻ തിരിച്ചെഴുതി ഐ എം ഓൺലി എ ബ്രദർ ലേമൻ, പ്ലീസ് കൺസിഡർ ദിസ്. പക്ഷെ സംഗതി കേട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ പല സന്ദർഭങ്ങളിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കിയത് ഈ ഉച്ചാരണത്തെ സംബന്ധിച്ച്. പിന്നെ ഇത് പഠിക്കാൻ കാരണം ഈ അബദ്ധങ്ങൾ നടക്കുന്നതാണ്. എന്തൊരു അബദ്ധങ്ങളാണ് ഇതിന് പേര്. ഇവിടെ മാത്രമല്ല, റോമിൽ 10 പ്രാവശ്യം എക്സോസിസ് നടന്ന ആളുകൾ അവിടെ ഇപ്പോഴും ജീവനോടുണ്ട്. 10 പ്രാവശ്യം ഒരാൾ എക്സോസിസ് ചെയ്താൽ പിന്നെ അയാളെന്തിനോട് ഒരാൾ വരികയാണ്, അയാൾ ചെറുതാൻ വിളിക്കുന്നു, പിന്നെ വിളിക്കുന്നു. ഇപ്പൊ അയാളെങ്ങനെയായി? അയാൾ ഒന്നാമത്തെ മാനസിക രോഗിയായിട്ട് എപ്പോഴും ചെറുക്കാൻ പോകുന്നത് വിചാരിക്കുന്ന ഒരാൾക്ക് മാനസിക രോഗം. അപ്പോ അതുകൊണ്ടാണ് ഇത് വ്യക്തതയോടെ പഠിപ്പിക്കണം. ശരിക്കും പറഞ്ഞ ഇന്നത്തെ ഒരു ദിവസം പോരാ. രാജപുത്ര പറഞ്ഞപ്പോ തന്നെ ഞാൻ ചെറിയ അരിഞ്ഞാണെന്ന്. കാരണം ഇത് അങ്ങനെ പറഞ്ഞ തീർക്കാവുന്ന ഒരു കാര്യമല്ല. 5 ദിവസം തന്നെ പഠിപ്പിച്ചാൽ കാര്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ അബദ്ധങ്ങളിൽ പെടുന്നു. നിങ്ങൾ ഇന്ന് വരെ കേട്ട പല കാര്യങ്ങൾക്കും വിരുദ്ധമായിരിക്കും ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണം. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാതെ പറഞ്ഞതുകൊണ്ട് പിന്നീട് അത് പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ വിശദീകരിക്കും. കുറെ സമയം എഴുതി നിയോഗിച്ചു. അപ്പോ തൽക്കാലം നമുക്ക് പറയാനുള്ള സംശയങ്ങൾ പറയാം. ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ പുസ്തകം തന്നെ നിങ്ങളെ നോക്കി അതിനകത്ത് വിശദമായ എല്ലാ ഘട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട്. വ്യഞ്ചരിച്ച എണ്ണ കൃത്യമായിട്ടുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ. പിന്നെ നമ്മൾ പറയുന്നത് പൈശാചിക ബാധകളെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും അനുഭവങ്ങളാണ്. അനുഭവം വെച്ചാൽ യാഥാർത്ഥ്യമാണോ? ആണോ?
ഒരു കാര്യം അനുഭവം തന്നെ വ്യത്യസ്തമാണ്. ഇനി ഈ അനുഭവങ്ങൾ പറയുന്നതാര്? ബാധ ഒഴിഞ്ഞു പോയവരാണോ ബാധ പോയെന്ന് പറഞ്ഞിട്ടുള്ളത്? ബാധ ഒഴിപ്പിച്ചിട്ടാണോ പറഞ്ഞത്? ഒഴിപ്പിച്ച് അതെന്ത് പരിപാടി? ഒഴിഞ്ഞ ഞാനിന്റെ പറയേണ്ടത് എനിക്ക് ഇങ്ങനെ ഒരു സുഖം ഉണ്ടായി. ഇത് ഒഴിപ്പിച്ച ആളാ പറയണേ അയാൾക്ക് അനുഭവം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂതോച്ചാരണ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പ് ഒന്ന്. രണ്ടാമത്, ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥനയ്ക്കോ ശുശ്രൂഷയ്ക്കോ ഇടയായ ഓർക്കണം, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളെ കുറിച്ചും ഒരാളോടും പറയും. അതൊരു 100% കോൺഫിഡൻഷ്യൽ ആയ കാര്യമായിരിക്കണം. കുമ്പസാരത്തിന്റെ അവകാശിക മുദ്രയുണ്ട്. കുമ്പസാരം കേട്ട പുരോഹിതൻ ഒരു കാരണവശാലും ഒരു ഉദാഹരണത്തിന് പോലും ഒരു കഥയായിട്ട് പോലും കുമ്പസാരത്തിന്റെ കാര്യം പറയരുത്. പറയാറുണ്ടോ? പറയാറ്. കൗകാശിക മുദ്ര എന്ന് പറയുന്നത് മുദ്ര വെച്ചിട്ടുണ്ട് സഭ. ഒരു കാരണവശാലും ഒരു നന്മയ്ക്ക് വേണ്ടി പോലും ഞാൻ പണ്ടൊരു കുമ്പസാരത്തിന് ഇങ്ങനെ നമുക്ക് പറയാം, ഞാൻ പറയുന്നത് കുമ്പസാരത്തിൽ, കാരണം നമുക്ക് കുമ്പസാരിച്ചിട്ടില്ല. കൗൺസിലിംഗ് അടക്കം നിങ്ങളുടെ അടുത്തൊരാൾ ഹൃദയം പങ്കുവയ്ക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അത് എത്ര ഒറ്റ ബന്ധത്തോടോ ജീവിത പങ്കാളിയോടാണെങ്കിൽ പോലും എന്താ മറ്റവര് പറഞ്ഞേ അല്ല ഇന്നലെ വന്നവര് സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാരണവശാലും പറയരുത്. കാരണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നാണ് ചെയ്യുന്നത്. സൂക്ഷിക്കണം. ഒരു കാരണവശാലും ദൈവം അങ്ങനെയാണ്. ദൈവത്തിന് നമ്മുടെ എന്തൊക്കെ രഹസ്യങ്ങൾ അറിയാം. ദൈവം അങ്ങനെ വെളിപ്പെടുത്തി അങ്ങോട്ടിരിക്കാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പറഞ്ഞെടുക്കാൻ പറ്റും? പറ്റില്ല. അത്രത്തോളം ദൈവം നമ്മുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ മാനിക്കണം. ഇനി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ക്ലാസ് ഈ പറഞ്ഞതൊക്കെ ഒരു ചൊവ്വാഴ്ചയിൽ കണ്ടാൽ മതി. കാര്യത്തിലേക്ക് പ്രവേശിക്കും. അതായത് നിങ്ങൾ എന്തിനാണ് ഈ ധ്യാനം? എന്തിന് ഇപ്പൊ ധ്യാനം കൂടുന്ന സംശയമാവുന്നതാണ്. ധ്യാനം കൂടുന്നവരൊക്കെ മിക്കവാറും കാര്യസാധ്യമായിട്ട് അതുകൊണ്ടാണ് അറിവുണ്ട്. 2 തിമോത്തി ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം പറയും. ദൈവത്തിന്റെ തിരുവചനം എന്നുള്ളത് ദൈവനിവേശിതമാണ്. വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ഈ 4 കാര്യങ്ങളെ ലക്ഷ്യമാക്കിയാവണം. ദൈവവചനം കൊണ്ട് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാർത്ഥിക്കരുത്. ദൈവവചനം കൊണ്ട് പ്രാർത്ഥിക്കണം എങ്ങനെയെന്നറിയാം. 2 സാമുവേൽ 5:7 പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുക. എടുക്കണ്ട, അത് കൊടുക്കണ്ട. ഇതൊക്കെ ഞാൻ വേറെ പറയണതാണ്. നിങ്ങൾ കേട്ടാൽ മതി. ബാക്കി ഗൗരവമുള്ളത് മാത്രം കുറിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും നോക്കൂല. ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യം മാത്രം എഴുതിയിരിക്കും. അപ്പൊ അതില് പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് ചോദിക്കും നാഥാനോട്, നീ എനിക്കായി ആലയം പണിയുമോ എന്നാണ് ചോദ്യം. നീ എനിക്കായി ആലയം പണിയും. ഞാനൊരു പള്ളി ചെന്നപ്പോൾ പള്ളിക്കാർ പ്രാർത്ഥിക്കാൻ പള്ളിക്കാർക്ക് വേണ്ടി ആരെനിക്കായി ആലയം പണിയുമെന്ന് ദാവീദിനോട് ചോദിച്ച കർത്താവ് അങ്ങനെ ചോദിച്ചിട്ടില്ല. കർത്താവ് ചോദിച്ചത് നീ എനിക്കൊരു ആലയം പണിയുന്ന ആരാന്നേ ചോദിച്ചത്. ഇല്ലേ? യെശയ്യാ 66 ആകാശത്തിന്റെ സിംഹാസനം ഭൂമിയുടെ പാദം വീണു. മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ആരെനിക്കായ ആലയം. അപ്പൊ നമ്മള് അതെടുത്തിട്ട് വീട് പണി നടത്താനും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇവിടെ മർക്കോസ് 11:24 അത് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, പാലിക്കണം നമ്മൾ ഈ പറയണേ. ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറിയില്ലയോ?
നിങ്ങൾക്ക് ആകെ വിശ്വാസം കൊണ്ട് കേട്ടോ, നമ്മുടെ ആകെ വിശ്വാസം കൊണ്ട് ആലോചിച്ച് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറിയോ ഇല്ലേ? പൂർത്തീകരിച്ചു. പിന്നെ ദൈവത്തിനെ കടക്കാരനാക്കി വാഗ്ദാനം ചെയ്തിട്ടില്ലേ ചോദിക്കണേ എങ്ങനെ? ദൈവം പറഞ്ഞ വാഗ്ദാനം യേശുക്രിസ്തുവാണ്. സ്വന്തം ഉത്തരം തന്നെ നൽകി. ഇനി നിങ്ങൾ താമോക്കി ഇവിടെ തരാനാ ഉത്തരം നൽകണമെങ്കിൽ പരമമായ ഉത്തരം തന്നു. വെറുതെ വെച്ചോണ്ടിരിക്കുക ഉത്തരം പറഞ്ഞത് ജെറമിയ 33 കയ്യിരിക്കണം. ആള് വന്നു, പരിപാടിയൊക്കെ നടന്നു, നമ്മള് ശിഷ്യരുമായി എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോഴും പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ദൈവത്തിന്റെ വാഗ്ദാനത്തെ കുറിച്ച്. ഈശോ പറഞ്ഞ സാഹചര്യം മനസ്സിലാക്കാതെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ധ്യാനം കൂടുന്നത് എന്തിനായിട്ടാണ്? നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളോ ജീവിത ആവശ്യങ്ങളോ ഒന്നും നിർവഹണമെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല. നിനക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണം. അതിനെക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനാണ് കാര്യം നടക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം നടക്കണമെങ്കിൽ 800 കോടി മനുഷ്യരുടെ കാര്യം നടക്കുന്നത്. അതെങ്ങനെ നടക്കുന്നു? 800 കോടി മനുഷ്യരുണ്ട്. അവര് നിരീശ്വരവാദികളുണ്ട്. അവരുടെ കാര്യം നടക്കണില്ല. നിരീശ്വരവാദിക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. പ്രാർത്ഥിച്ചിട്ടാണോ റാങ്ക് കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാര്യങ്ങളുടെ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന വഴി ദൈവം എനിക്ക് തന്നെന്ന് പറയാനല്ല, ദൈവമാണ് ഇതെല്ലാം എനിക്ക് തരുന്നത് എന്ന ബോധ്യത്തിൽ എത്തിച്ചേരാൻ. ഞാൻ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്നല്ല വിചാരിക്കുന്നത്. ഞാൻ തിരിച്ചറിയുകയാണ് പ്രാർത്ഥന വഴി ഇതെല്ലാം നൽകുന്നത് ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്താ മെച്ചം? അല്ലേ? വണ്ടിയുണ്ട്, ഗിഫ്റ്റോ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല. അങ്ങനെ എഴുതി വെച്ച പിന്നെ ആര് കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം വേണ്ടേ? കാരണം അവന്റെ കൂടിയല്ലേ. ദൈവം നമ്മുടെ കയ്യിൽ ദാനം ഏൽപ്പിക്കുന്നത് അറിവാകട്ടെ, കഴിവാകട്ടെ, സമ്പത്താകട്ടെ, അത് നിനക്ക് വേണ്ടിയല്ല, അവരന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്നതിന്റെ പേരാണ് ദൈവത്തിൽ എത്തിച്ചേരുക. ദൈവം അതിലെത്തിച്ചേരാനുള്ള പണിയായി പ്രാർത്ഥന. അല്ലാതെ എനിക്ക് നാശനാകുന്ന വഴിയല്ല. ശരിയല്ലേ? പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ധ്യാനം കൂടുന്നതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. എന്താണ് നമ്മുടെ ഒരു പൊതു അഭിപ്രായം? എന്തുദ്ദേശിച്ചാണ് അതിന്? സാധാരണ ധ്യാനം കൂടെ പോലെ ഈ വൈശാഖ ഇതിന് ധ്യാനം നിങ്ങൾക്ക് വിടുതലെടുക്കണമെന്നാണ്, നിങ്ങൾക്ക് ആൾക്കാർക്ക് വിടുതലെടുക്കണമെന്നാണ്. നിങ്ങള് കുരിശ് വരയ്ക്കുക. ഏറ്റവും ചെറുതും വലുതുമായ ഡെലിവറൻസ് വേറാണ് കുരിശ്. പൈശാചി ഉച്ചാരണം കേട്ടോ. ഡെലിവറൻസ് വേറെ, ഡെലിവറൻസ് വെച്ചാൽ പരിഷ്കരണം, ഉച്ചാരണം വേറെ. നിയമസഭ PD സതീശൻ നിയമസഭ ബഹിഷ്കരിച്ചു. നിയമസഭയെ പുറത്താക്കിയെന്നാണോ നിയമസഭ പുറത്തു പോയത്? അതായത് ലോകത്തോട് പുറത്തേക്ക് മാറിയതിന്റെ പേര് നമ്മൾ എങ്ങനെ ഇയാളെ പുറത്തുള്ളത്? ഡെലിവറൻസ് വേറെയാണ്, ഉച്ചാരണം വേറെ. അത് ഞാൻ അതിനെ കുറിച്ച് പറയാം. വൈശാഖി നമ്മൾ മാസം അങ്ങനെയുള്ള കുറെ ഘട്ടങ്ങളുണ്ട്. അപ്പോ ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വിടുതൽ വേണം, വിടുതൽ കൊടുക്കും. നിങ്ങൾ വിടുതലുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പൂർവ്വചരണം നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ മേൽ? അല്ല, നിങ്ങൾ നടത്താറുണ്ട്. നിങ്ങൾ പൂർവ്വചരണം നടത്തിയിട്ടുണ്ട്. അത്രയുള്ളൂ അല്ലേ? നിങ്ങൾ ഒരു പൂർവ്വചരണം കഴിഞ്ഞവരാണ്. മാമോദീസയിൽ യഥാർത്ഥത്തിൽ പൂർവ്വോച്ചാരണം നടത്തിയിട്ടാണ് ആത്മാനം നടത്തുന്നത്. ചോദിക്കും, പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറയും ഉപേക്ഷിക്കുന്നു. ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അകത്ത് വരാം. നമ്മുടെ
കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ ഈ അകത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും? പറ്റിച്ചേ, നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ ലോകരാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യരൊക്കെ ഉപേക്ഷിക്കാന്നല്ല എന്നർത്ഥം, ലോകത്തിലെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാന്നല്ല എന്നർത്ഥം. ലോകബോധമുണ്ട്, ലോകബോധം, ലോകസാമാന്യത. ലോകസാമാന്യത എന്താ? എനിക്കുള്ളത് എന്നെയാണ്, എല്ലാവരും എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് പ്രധാനം. ആ ലോകത്തിന്റെ ചിന്ത. ക്രിസ്തുവിന്റെ ചിന്ത എന്താ? ഞാൻ എന്റെയല്ല, ഞാൻ പിതാവിന്റെയാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എനിക്കുള്ളതൊന്നും എന്റെയല്ല. ഇതാണ് ദൈവബോധം. അപ്പൊ ലോകബോധത്തിൽ നിന്ന് ഒരാൾ ദൈവബോധത്തിലേക്ക് പോകുന്നതാണ് എന്തിന് സംഭവിക്കുക? ബഹിഷ്കരണത്തിൽ ഡെലിവറൻസ് ശരിക്കും സംഭവിക്കുക. അപ്പൊ നമ്മളൊരു കുരിശ് വരച്ചാൽ ഡെലിവറൻസ് ഉണ്ടാവും. കുരിശ് വരച്ചാൽ ഡെലിവറൻസ് ഉണ്ടാകും. എന്തുകൊണ്ട്? ഒരു കാര്യം നമ്മൾ അറിയണമല്ലോ. ഇന്ന കറിക്കൂട്ടുകൾ ഉപയോഗിച്ച് കറി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അതേത് കറിക്കൂട്ടുണ്ടാവും പറയാം. കറക്റ്റാണോ? വിശുദ്ധ കുരിശിന്റെ അടയാളം ഏതാണ്? ഈ വിശുദ്ധ കുരിശ്. ആ കുരിശിന്റെ കഥയൊക്കെ പറഞ്ഞ ചെയ്ത് ലോകത്തുള്ള മുഴുവൻ ഈ അതിന്റെ തിരുശേഷിപ്പുകളുണ്ട്. അതെല്ലാം കൂടി ഒരു 10 കുരിശുണ്ടാക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വിടുതൽ അനുഭവം ഇല്ലാത്തത് എന്നതിന് ഉത്തരവാണ്. കുരിശിൽ വിശ്വസിക്കുന്നു, ആ കുരിശ് വിടുതൽ തന്നത് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഒരു വിശ്വാസമല്ല, യാഥാർത്ഥ്യമാണ്, വിശ്വാസമല്ല. നമ്മൾ കുരിശടക്കം വരയ്ക്കാറില്ല. വിശുദ്ധ കുരിശിന്റെ എന്ന് വരച്ച് ഞാൻ എങ്ങനെയായിരുന്നു ഈ തമ്പനാനില്ലല്ലോ പ്രാർത്ഥനയിൽ. ഇത് എവിടെ കിട്ടിയത്? ആര്? കത്തോലിക്ക തിരുസഭ പഠിപ്പിച്ചിട്ടുണ്ട്, തിരുസഭ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഏത് പ്രാർത്ഥനയും ചെയ്യുമ്പോൾ ഓർക്കുന്നത് തിരുസഭ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം വിശ്വാസം വ്യയം ചെയ്ത് തിരുസഭ. ഒരു ധ്യാന ഗുരുവിനെയും ഒരാളെ നിങ്ങൾ ഫോളോ ചെയ്യും. എനിക്ക് ഫോളോവേഴ്സ് ഞാൻ വരുന്നുണ്ട് പറയും വലിയ അങ്ങോട്ട് സഭയാണ് കാര്യം. 2000 വർഷമായിട്ട് സഭ ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതമാണ്. സ്ട്രക്ചറലി സഭ നിൽക്കുന്നു, ആത്മീയതയിലും സഭ നിൽക്കുന്നു. നിരവധി പ്രശ്നങ്ങൾ സഭയിലുണ്ടായി, തർക്കങ്ങളുണ്ടായി. വേറെ ഒരു ലോകത്ത് ഒരു സംഭവം ഉണ്ടാവും, ഒരു സംഘടന ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാം? വിശ്വാസത്തെ പ്രതി തർക്കം കൊണ്ടുവരും. അത് വെറുതെ തർക്കമല്ല. എല്ലാം വിശ്വാസം ഇങ്ങനെയാണോ, ഈ പറയുന്നത് ശരിയാണോ, യേശു ഒരാളാണോ, ദൈവവും മനുഷ്യനും കൂടിയാണോ, ഇതൊക്കെ തർക്കം. വലിയ സീരിയസ് ആയ തർക്കമല്ല, വഴക്കിട്ടൊന്നും പിരിഞ്ഞവരല്ല. അപ്പൊ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ആ തർക്കങ്ങൾ ഉണ്ടാകാൻ തർക്കമിതമുള്ള ചിന്ത സഭയിലുണ്ടായി. പക്ഷേ സഭ നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് സഭയാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. ഇനി കുരിശടയാളം വരയ്ക്കുന്നു. കുരിശടയാളം വരച്ച് പലതരം കുരിശടയാളം ഉണ്ട്, അതൊക്കെ വരയ്ക്കാൻ. മൂന്ന് തരത്തിൽ എനിക്ക് കുരിശടയാളം വരയ്ക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഈ പള്ളിയിലെ യാഥാസ്ഥിതികരായ ക്രിസ്ത്യാനികളുണ്ട്, ഇതെല്ലാം ഭരിക്കുന്നു. അവര് കുർബാനയ്ക്ക് പള്ളിയിൽ ആദ്യം കയറില്ല, മണിയടിച്ച് കഴിഞ്ഞിട്ട് പള്ളിക്ക് പോകും. അത്ര നേരം പുറത്തു നിൽക്കും. തേങ്ങ ഇട്ടോ പള്ളിപ്പുറത്തൊക്കെ അന്വേഷിക്കുന്ന ഒരാളുണ്ട്. അവസാനം പുറത്ത് തിരുനാളം കാണാൻ വലിയ ഉത്സാഹം. അവര് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അറിയാത്ത കർത്താവാണോ, എത്ര വികാരിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ. അവര് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഷോർട്ട് കട്ടാണ്. ധ്യാനം പുണ്യത്തിന് ഭയങ്കര വരെയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തമ്പരാനൊക്കെ അവിടെ നിന്ന് കിട്ടിയതായിരിക്കും. ഓരോരുത്തരും അവരോർക്ക് തോന്നുന്നത് ചിലരിങ്ങനെയാണ്. വിശുദ്ധ കുരിശിന്റെ ഇങ്ങനെ ഒരു സ്ഥലം ഒഴിവാകട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ
നിങ്ങൾ കുരിശിനെ തിരിച്ചു വരച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അവസാനം തൊട്ട് ആദ്യം വരെ അങ്ങനെയാണ് ഒരു കാര്യം അഴിച്ചു പണിയാൻ പോകുന്നത്. റിവൈൻഡ് ചെയ്ത് കാണാൻ പറയും. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, അകത്തേക്ക് തിരിച്ചാൽ മതി. ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കാം വിശുദ്ധ കുരിശിന്റെ. ഈ നെറ്റിയിൽ വരച്ച വിശുദ്ധ കുരിശിന്റെ അടയാളം ഏതാണ്? മാമോദിസയുടെ കുരിശ. ഒന്ന് ചിന്തിച്ചപ്പോ കിട്ടിയാണോ? ഇത്രയും കാലം ചിന്തിക്കാത്തതുകൊണ്ട് വിശ്വാസത്തെ കുരിശാന്ന് പറഞ്ഞു. ഇത്ര നാൾ കുരിശത്തിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് ഓർത്തു. സ്വന്തം മാമോദിസയെ ഓർക്കാത്ത ക്രിസ്ത്യാനി എങ്ങനെ വിടുതൽ അനുഭവിക്കും? മാമോദിസയിലാണ് വിടുതലുണ്ടായത്. പിശാചിനെ ഓടിച്ച് ദൈവാത്മാവിനെ നിവേശിപ്പിച്ച് ദൈവരാജ്യത്തിൽ അംഗമാക്കി മാറ്റി ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി മാറി ഇപ്പോഴും നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വിടുതൽ തരണം, വിടുതൽ തരണം. ക്ലിയറാണോ? ശരിയാണോ പറയുന്നത്? ഒരുപക്ഷെ ഈ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരോടും എതിരാവും. നിങ്ങൾ തർക്കത്തിലോ ഡിസ്പ്യൂട്ടിൽ പോകാനല്ല വേണ്ടത്. നിങ്ങൾ സ്വയം ഇതൊക്കെ പരിശോധിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവിൽ സഭയോട് ചേർന്ന് ഇതൊക്കെ പഠിക്കാൻ തയ്യാറാണ്. അന്ധവിശ്വാസങ്ങളെ പെടുന്നത് എവിടെ നിന്നാണ് ഈ വിടുതൽ ഇങ്ങനെ വേണം, വിടുതൽ ഇങ്ങനെ വേണമെന്ന ചിന്ത ഉണ്ടായത്? എവിടെ നിന്നാണ്? കൺവെൻഷനിസം ഉണ്ട്. കൺവെൻഷനിസം പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യമുള്ളവർ, സഭയ്ക്ക് പുറത്തു പോയ ആളുകൾ, അവർക്ക് എന്തില്ല? കുമ്പാശില്ല. നമുക്ക് കുമ്പസാരമുണ്ട്. അതൊരു പാപം ചെയ്താൽ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആവും. പിന്നെ നമ്മൾ വീണ്ടും പോകാം, പക്ഷെ എന്നാലും ഫ്രീ ആവും. പെന്തക്കോസ്റ്റൽ മൂവ്മെന്റുകാർക്ക് എന്തില്ല? കുമ്പസാരമില്ല. കുറ്റബോധം ഇല്ലാണ്ട് വരൂ. മനസാക്ഷിയുണ്ടല്ലോ. ഓരോ മനസാക്ഷിയും പ്രേരക പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യനില്ല. എല്ലാ മനുഷ്യരുടെ പേരാത്മാവുണ്ട്, പ്രേരക പരിശുദ്ധാത്മാവുണ്ട്. മാമോദീസയിൽ ലഭിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ആത്മാവില്ല, പക്ഷെ പ്രേരക പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും തെറ്റ് ചെയ്താൽ ഒരസ്വസ്ഥതയുണ്ട്. അപ്പൊ പിന്നെ ഈ പ്രൊട്ടസ്റ്റന്റിൽപ്പെട്ട ആള് കുമ്പസാരമില്ല, അയാൾ എങ്ങനെ ഫ്രീ ആവും? അപ്പൊ അവർ ഒന്നിച്ചു കൂടുമ്പോ അവര് പറയണ എന്താ? മനുഷ്യന്റെ പാപമൊക്കെ യേശുക്രിസ്തു മോചിച്ചു കഴിഞ്ഞു. ഇനി പാപം ചെയ്യണമെങ്കിൽ ആരാണ് കാരണസ്ഥാനം? പിശാചൻ. വ്യക്തിപരമായ ഉത്തരവാദിത്തം ഇല്ല, പിശാചൻ. അപ്പൊ പിശാചനോട് ചെക്കനായില്ലേ? അതിനാണ് എപ്പോഴും വിടുതൽ പരിപാടി ചെയ്തത്. കരിസ്മാറ്റിക്കുകാരൻ എന്ത് ചെയ്ത്? അനുകരിച്ച കൂട്ടത്തിൽ അത് കൂടി ഇവിടെ അനുകരിച്ചു. അങ്ങനെയാണ് നമ്മളും ഈ വിടുതൽ. നമുക്കൊരു സ്കോപ്പ് തോന്നും, വിട്ടുപോയതൊക്കെ തോന്നുന്നില്ലേ? പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? എത്രയോ പാട്ടുകൾ. നമ്മളിപ്പോഴും പരിശുദ്ധാത്മാവ് തീയായിട്ട് പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ലേ? മനസ്സിലാക്കി വെച്ച് കിട്ടിയതാ പോരാ, തീയായിട്ട് വന്നെങ്കിൽ കൊള്ളാം. നമ്മളിപ്പോഴും 10 കാലത്തൊക്കെ അവസാനം തീയായിട്ട് തീയായിട്ട് വരുന്നത് എവിടെ വരും? യാഥാർത്ഥ്യബോധത്തോടെ വിശ്വസിക്കണം. ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. യുക്തിഭദ്രമായ വിശ്വാസമാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. അല്ലാതെ അവരുടെ അനുഭവം ഉണ്ടായി, അങ്ങനെ തോന്നി, സഭ അംഗീകരിക്കില്ല. ഇന്നലെ രാത്രി കർത്താവിന് തോന്നി ഇങ്ങനെ പറഞ്ഞു, കൈ വെച്ചാൽ മതി. എത്ര അത്ഭുതവും അടയാളം കാണിച്ചാലും വിശുദ്ധാത്മാക്കളാകാൻ വേണ്ടി സഭ തന്നെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പറയാൻ പറ്റും. ഇവിടെ എതിർവാദം പറയാം. കാരണം അത്രത്തോളം സൂക്ഷ്മമായി മാത്രമേ സഭ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കയറി അല്പവിശ്വാസികളായ അന്ധവിശ്വാസികളായ ചാടിക്കയറില്ല വിശ്വസിക്കരുത്. എവിടെയെങ്കിലും ഇപ്പോ അനുസരിക്കുന്നത് കൊച്ചിയിലെന്നൊരു കുരിശ് വളരുന്നത്. കുരിശ് വളർന്നാൽ കത്തോലിക്ക സഭ കുരിശ് വളർന്നാൽ കുരിശിന് എന്തെന്നാണ് അർത്ഥം? ജീവനുണ്ടെന്നാണ്. അപ്പോ ദൈവം എവിടെ കുരിശിലായി. ബാക്കിയുള്ളവരുടെ ദൈവം നഷ്ടതയാ.
വിശ്വസിക്കണം. ഒരിടത്ത് കർത്താവിന്റെ മുടി വളരുന്നു, പ്രതിമയുടെ അത് കാണാൻ എന്നെ തിരക്കാൻ അറിയുമോ? കാശ് എന്തോളം ഉള്ളിലുള്ള കർത്താവിനെ അറിയാത്തതുകൊണ്ടായി പലർക്കും വാച്ചിനുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെ അറിയാതെ, നിങ്ങൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ബോധ്യമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് എവിടെ ഇങ്ങനെയൊക്കെ കേട്ടാൽ നമ്മൾ ഓടിപ്പോകുന്നു. ഓരോ ഓട്ടത്തിന്റെയും കാര്യമില്ല. ഒരാൾ ബോംബെയിൽ നിന്ന് കേരളത്തിലൊരു മാതാവിനെ കാണാൻ വരുന്നത്, ഞാൻ അവിടെ മാതാവില്ലേ, ഇത്ര പാടുപെട്ടുള്ളവരെ അല്ല, അവിടെ വന്ന പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞേ ഇവിടെ അങ്ങനെയുള്ള കടപ്പുറമൊക്കെ ആണെങ്കിൽ ചില മീനിന്റെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. വേറെ 10,000 രൂപങ്ങളുണ്ട്. മാതാവിന് 10,600 രൂപങ്ങളുണ്ട്. കാപ്പിരി മാതാവുണ്ട്, കാപ്പിരി മാതാവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ആഫ്രിക്കക്കാരന് ഇഷ്ടം അതാ. ഞാൻ അഹമ്മദാബാദിൽ പള്ളി ചെന്നു. ആ പള്ളി ചെന്ന് എല്ലായിടത്തും പ്രാർത്ഥിച്ചിരുന്ന കൂട്ടത്തില് മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ രൂപക്കൂട് മാത്രം ഞാൻ കണ്ടുള്ളൂ. ഞാൻ അവിടെ ചെന്നു കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുകയാണ്. അങ്ങനെ അത് കണ്ണു തുറന്നെങ്കിൽ പേടിച്ചു പോയി. യക്ഷിനെ പോലെ ഇത്ര മുടിയുള്ളൂ മാതാവ്. നമ്മൾ ലോകത്തെ കണ്ടിട്ടില്ല. നമ്മളൊരു മാതാവിനെ പ്രതീക്ഷിച്ചല്ലേ നിൽക്കട്ടെ. പെട്ടെന്ന് കണ്ടോണ്ട് നോക്കിയപ്പോഴേ കാലറ്റം വരെ മുടിയുള്ള മുടി വെള്ളത്തി കിട്ടാം. സൗന്ദര്യം കിട്ടും, പക്ഷെ പേടിയാണ്. അതും മാതാവാണ്. കാരണം നമ്മുടെ മാതാവിനെ കാണുന്നത് ഈ രൂപത്തിലൊന്നുമല്ലേ. ഈ രൂപമൊക്കെ നമുക്ക് അത്യാവശ്യം കാണാൻ മാത്രം. നമ്മളെ ഉടനെ തന്നെ കണ്ണടച്ചിട്ട് എങ്ങോട്ട് പോണേ. ഈ രൂപം കാണുമ്പോൾ കണ്ണടയ്ക്കണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരുസ്വരൂപമൊക്കെ കാണുമ്പോൾ കണ്ണ് തുറന്നുള്ള കണ്ടിട്ട് കണ്ണടയ്ക്കുകയാണ്. ആദ്യം ചെയ്തെന്ന് നോക്കും, അതിന് പിന്നെ കണ്ണടയ്ക്കും. നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതിലേക്ക്, ഇവിടെ നിൽക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. കൺവെൻഷനിസം എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ വിടുതൽ ശുശ്രൂഷകൾ. അത്ഭുതമായ വിടുതൽ വിടുതൽ യേശുക്രിസ്തുവിൽ നൽകപ്പെടുന്നു. അത് മാമോദീസ വഴി ഈ വിടുതൽ അനുഭവത്തിന്റെ ഭാഗവാക്കുകളാണ് ഞാൻ നിങ്ങൾ. നമുക്കിത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആനയ്ക്കാനയുടെ വലിപ്പം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കുരിശ് വരച്ചപ്പോഴത്തേക്കും ഈ ഒരു ചിന്തയോടെ കുരിശ് വരച്ചിട്ടുണ്ട്. മാമോദീസയാണ് നവീകരിക്കുന്നത് ഓർക്കുന്നത് ഇല്ലല്ലോ. കുഴപ്പം നിങ്ങളുടെ കാര്യം ആനാമതെന്ന് വയ്ക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? കുരിശ് വരയ്ക്കും. എന്തിനാ പറയുന്നത്? മാമോദീസ നോക്കാതെ ഒരു മറ്റു മതസ്ഥന്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷെ മാമോദീസ സ്വീകരിക്കാത്ത ഒരാളുടെ നേരെ ഈ പറഞ്ഞ വിശുദ്ധ ജലം തെളിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാവും? എന്തനുഭവം ഉണ്ടാവും? ഒരു തീർത്ഥം വീണതായിട്ട് തോന്നും. നമുക്കെന്താ ഗുണമെന്ന് വെച്ചാൽ ഓരോ ആശീർവാദവും കൗതാശിക കൽപ്പമാണ്. ഓരോ കൗതാശിക കൽപ്പവും കൂതാശിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തിരിയും, മാമോദീസയിലേക്ക് തിരിയും. മാമോദീസ ഉണരും. നിങ്ങളുടെ വീട് വെച്ചിരിക്കുമ്പോ വീടല്ല ശരിയാകുന്നത്, നിങ്ങളിലെ ആത്മാവാണ് ഉണരുന്നത്. ഓരോ അതുകൊണ്ടാണ് വീട് വെച്ചിരിക്കുമ്പോ ആരാണ് പിതാവിന് എന്ന് പറയുമ്പോ അവൻ പറയുന്ന ആരാണ്? വീടാണോ നമ്മളാണോ? വീട് ആശീർവദിക്കുമ്പോൾ വീട് പറയണ്ടേ? നമ്മൾ ആശീർവദിക്കുമ്പോൾ നമ്മൾ പറയും. അങ്ങനെയല്ലേ ശരി? വീടിനെ ആശീർവദിക്കുമ്പോഴും ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നത് നമ്മളാ. കാരണം ആശീർവാദം നമുക്കാ. നമ്മുടെ വീട്ടിലേക്ക് ഈ അമ്പക്കെട്ട് മുച്ചിന് വരും. അമ്പും അതിന്റെ പുറകിലുള്ള കാര്യം ഇതാ. എല്ലാ വീട്ടിലും പുരോഹിതം പോകണം തിരുനാളിന് മുമ്പ് ആശീർവദിക്കണം. അപ്പൊ വീടൊക്കെ എണ്ണം കൂടി വന്നപ്പോഴത്തേക്ക് നടക്കണ്ടായി. അപ്പോ ഈ അമ്മ ആശീർവദിച്ചിട്ട് അത് വീട്ടിൽ കൊടുത്തിടുമ്പോ ആശീർവാദം വരുന്നു. അതാണ് നമ്മൾ ഒരിക്കലും കാത്തിരിക്കുന്നത്. പുണ്യാളം തരാൻ വേണ്ടിയല്ല, ഒരു ആശീർവാദം വരുന്നു. ആ ആശീർവാദം നമ്മളെ നവീകരിക്കും സ്വീകരിക്കുമ്പോൾ. അങ്ങനെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഉണരും, നിങ്ങളുടെ മാമോദീസ ഉണരും, നിങ്ങൾ വിടുതൽ അനുഭവിക്കും. നിങ്ങൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തിലേക്ക് വരും. ഇപ്പൊ പുരുഷനാണ് ധരിക്കുമ്പോൾ ഇനിയെങ്കിലും ഇത് ഓർക്കണം, അകത്ത് ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ അక్కడ പുരുഷക്കുള്ളവരായിരിക്കും. ഇവിടുന്ന് മേടിക്കുന്നു ഇരിക്കും. വളരെയധികം കോഴ്സുകൾ കിട്ടിയ ഒരാളാണ്. ഈ വിദേശത്തുള്ള അച്ഛന്മാരും ആളുകളൊക്കെ വരുമ്പോഴത്തേക്കും ഉള്ള കുരിശെന്നും പോരാഞ്ഞ് ജീവിതം ഞാൻ കുരിശായിരിക്കും. അതിനിടയ്ക്ക് ഉള്ള കുരിശെന്നും പോരാഞ്ഞ് എനിക്ക് ഓരോ കൊണ്ടുവന്ന് വരുന്ന
ജർമ്മനിയിൽ നമ്മുടെ കേരളത്തിലുള്ള ടീം ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടി, ഒരു ബനിയനും പാൻറ്റും ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഈ ധ്യാനം നടത്തുന്നതിന് നടുത്തളത്തി വന്നിട്ട് വട്ടം കറങ്ങാൻ ഇഴയാനായിട്ട്. അപ്പൊ പോയേക്കണവരൊക്കെ അത്യാവശ്യം ഡെലിവറൻസ് ഏത് പുറത്തു പോകാൻ വേണ്ടെന്നറിയാതെ പുറത്താക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. മോശക്കാരൊന്നുമല്ലോ, ഇത്തിരി ഗൗരവമായിട്ട് ധ്യാനിപ്പിക്കുന്നത്. ടീം അങ്ങനെ തന്നെ ഇറങ്ങി ചെന്നു, വട്ടം വളഞ്ഞു നിന്നു. എന്നിട്ട് എല്ലാവരും പോക്കറ്റിൽ നിന്ന് കുരിശെടുത്തു, സെന്റിന്റെ ക്ലോസ് കൈ പിടിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ പെണ്ണും കുറഞ്ഞു നിന്നാണ്. അങ്ങനെ ഇവളുടെ ബനിയന്റെ അടുത്ത് നിന്ന് ഒരു വലിയ പെണ്ണിന്റെ ക്ലോസ് പുറത്തേക്കാണ്. അത് കണ്ടപ്പോ ചേട്ടന്മാരൊക്കെ പൊക്കത്തേക്ക് നിങ്ങൾ കണ്ടാൽ ചെലുത്താൻ പേടിക്കും, നിങ്ങൾ ചെലുത്താണ്ട് കേട്ടാലേ പേടിക്കും. അത് നമ്മുടെ കുഴപ്പമാണ്. അല്ലെ, യാക്കോബ് എന്ന് പറയുന്നില്ലേ, ദൈവമേഖലയാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു, അവ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. നമ്മളോ നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന കാര്യം ഓർക്കാതെ ചെലുത്താണ്ട് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. അപ്പൊ നമ്മളെ പിടികൂടുന്നത് ഒരു പിശാചിന്റെ പേരെന്തായിരിക്കും? ഭയം. ഇല്ലേ? ഭയത്തിന്റെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഞാനിത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വസ്തുക്കളിലല്ല ആശ്രയിക്കണം. ചിലർക്ക് കൈവച്ചൊന്നും പ്രാർത്ഥിക്കല്ലോ, കുരിശ് വെച്ചേ പ്രാർത്ഥിക്കും. കൈകുട്ടി ഇങ്ങനെ കയറിയാതെ തിരിച്ചടി. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഭയങ്കര പടയല്ലേ? കയറില്ലേ? ലഗ്യമൊക്കെ 2000 ഒന്നിച്ച് കയറും. ഇനി വേണ്ട പൗലോസിലേക്കാണ് സുഖമില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇത്തരത്തിൽ ഒരു തിരിച്ചടി എന്റെ ജീവിതത്തിൽ എന്നെ പരസ്യമായിട്ട് ആക്രമിക്കാൻ വന്ന സമയത്തും ഞാൻ പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ തൊടാം, ധൈര്യമുണ്ട് എന്നോട്. കാരണം ഞാനെന്നെ തോറ്റ എനിക്കെന്നെ പറ്റി ഞാനെന്നെ നോക്കണത് എന്നെ അയച്ചാൽ എനിക്കെന്താ പ്രശ്നം? നമ്മൾ നിസ്സാരമില്ലല്ലേ, ആർക്കുവേണമെങ്കിലും കൊച്ചു കുഞ്ഞിനെ നമ്മൾ തോപ്പിക്കും, അത്ര ഉണ്ടെന്നു. പക്ഷെ നമ്മൾ തോറ്റ ആർക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡെലിവറൻസിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കണം. ഒരു വിടുതൽ ഉണ്ടാകാനാണ് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ഒരു വിടുതൽ നിങ്ങൾക്കുണ്ട് എന്നത് അറിയാനാണ് പ്രബോധനം. അതുകൊണ്ട് നിങ്ങൾ വിമോചിതരാണോ? ഇത് ധൈര്യം കൊണ്ട് അവിടെ പോകണം. പോലെ നിങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നതായിട്ട് പോലും കാണുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറിച്ചില്ല. ഏത് ജീവിതാനും എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളിൽ അഭിഷേകം എന്ന് പറയുന്നത് പുറമേ തോന്നുന്നൊരു കാര്യമല്ല. ഇപ്പൊ അഭിഷേകം നടത്തുന്നുണ്ടോ? അഭിഷേകം എന്ന് പറയുന്നത് പുറമേ നിന്ന് വരുന്നൊരു കാര്യമല്ല. നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് ജ്വലിക്കുന്നതിന്റെ പേരാണ് ഇൻവോക്കിംഗ് സ്പിരിറ്റ്. അകത്തെ, അതുകൊണ്ടാണ് പറയുന്നത്, പൗലോസിനെ പറയും, നിങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ നമ്മുടെ അകത്തുള്ള ആത്മാവ് ഉജ്ജ്വലിക്കുമ്പോൾ നമുക്ക് എന്ത് ബോധ്യം ഉണ്ടാവും? അകത്ത് ദൈവം ഉണ്ടെന്ന് ബോധ്യമുണ്ടാവും. ഏറ്റവും വലിയ അഭിഷിക്തൻ ആരാണ്? ഏറ്റവും വലിയ അഭിഷിക്തൻ ഉറപ്പിച്ച് പറയുന്നത് യേശോ. എന്ത് വരാന്? ഇതിന് തോറ്റുപോണ ആരുമല്ലോ. നമ്മൾ ഒരു കാര്യം വിചാരിക്കേണ്ടത്, നമ്മൾ അറിയിക്കാനോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലേ ഉണ്ടാവുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഈ പ്രസംഗങ്ങളോട് താല്പര്യം കാണിക്കുന്നത്. ഈ പ്രസംഗിക്കാൻ അറിയാത്തില്ല. പ്രസംഗം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അകന്നു പോകും. ഒരു ഗുണമില്ല. പണ്ട് തൊട്ടേ ക്ലാസ് മുറികളിൽ നിന്ന് കേട്ട് ഉപദേശം കേട്ട് പഠിത്തവരാണ് നിങ്ങൾ. ഇല്ലേ? അതിന്റെ തീർച്ചയായിട്ടും നമ്മൾ കിട്ടിയ വഴിയാണല്ലോ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളൊക്കെ മോശമായത്. ഇപ്പോഴും ഉപദേശിച്ച രീതിയിൽ പഠിച്ച് ഭക്ഷണമായെന്ന് പറയുന്നു. പഠിച്ച ഭക്ഷണമായിരുന്നു, പഠിക്കാതെ. അതുകൊണ്ട് വലിയ ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ തനിക്ക് ഒരു പിടിക്കില്ല. കാര്യം പഠിച്ചു ഭക്ഷണമായത്. അപ്പൊ അതേപോലെ നമ്മൾ അകത്തുള്ള ആത്മാവിനെ അറിയണം.
ദൈവവുമായിട്ടാണ് മുഴുവൻ സഹവാസവും, അകമേ പിതാവ് വസിക്കുമെന്ന പൂർണ്ണ ബോധ്യമാണ് യേശുവിന്റെ ബോധ്യം. അപ്പൊ നാം